ഇന്ന് നമുക്കൊരു കണ്ണൂർ സ്റ്റൈൽ ഉണ്ടപ്പുട്ടുണ്ടാക്കിയാലോ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നല്ലപോലെ. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് കുറേച്ചേ വാരിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതൊന്നും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും നമുക്ക് ആ കൊഞ്ചിൻ്റെ ആ ടേസ്റ്റ് ആ ഉള്ളിൽ തന്നെ നിൽക്കും. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇനി കുറച്ച് പെരുംജീരകവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. അത് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേനും നമുക്കൊരു അരമുറി തേങ്ങ തിരിങ്ങിയതുണ്ട്, അതൊന്നും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. 2 കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് നെയ്യും ഉപ്പും കൂടെ ചേർത്ത് നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഇടിയപ്പ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നൈസായിട്ട് പരത്തി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ കൊഞ്ചിൻ്റെ ആ ഒരു മിക്സും കുറച്ച് കണ്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉരുട്ടി ഒരു ബോൾ രൂപത്തിലാക്കി നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. കുഴക്കട്ട ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രൂപത്തിലാണ് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടുന്നത്. കുറച്ച് തേങ്ങയിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും തേങ്ങ എത്തുന്ന രൂപത്തിലാക്കണം. ഇനി നമുക്കൊരു ഇഡലിച്ചെമ്പിലേക്ക് ഓരോന്നോരോന്ന് പറക്കി വെച്ച് ഇത് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാവേ. ആവിയേറ്റി വരുമ്പോഴത്തേനും നമ്മളുടെ ഉണ്ടപ്പുട്ട് തയ്യാറാക്കി. ഒരു വട്ടമെങ്കിലും ഇതൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.